ബത്തേരി രൂപതയിൽ ഉപ്പട ഇടവകാംഗം ശ്രീ റെജിൻ വെട്ടിപ്പുഴ നമുക്ക് അവർക്കും സുപരിചിതനായ വ്യക്തിത്വമാണ്. ഹൈടെക്കിൽ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ സ്രോതസ് മിഷന്റെ രൂപീകരണത്തിലും തുടർന്ന് നമ്മുടെ ബത്തേരി രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള മീഡിയ സുവാർത്തയുടെയും ഒപ്പം തന്നെ കുട്ടികളുടെ ചാനലായ ഈശ്വര കൂട്ടുകാരുടെയും അതിന്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള, ഒപ്പം തന്നെ നമ്മുടെ ബത്തേരി കേന്ദ്രീകരിച്ച് നടക്കുന്ന എല്ലാ പരിപാടികളിലും ഒഴിവാക്കാനാവാത്ത ഒരു വ്യക്തിത്വമായിരുന്ന നമ്മുടെയൊക്കെ ഒരു പ്രിയനായ റെജിൻ വെട്ടിപ്പുഴ ഈ ദിവസങ്ങളിൽ വിദേശത്തേക്ക് ജോലി സംബന്ധമായിട്ട് പോവുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ നാമത്തിൽ ഇവിടെ ഒത്തുകൂടുന്ന ചെറിയ ഒരു സമ്മേളനം, യാത്രയപ്പ് സമ്മേളനമാണ്. നമ്മൾ ചെറിയൊരു പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിക്കുന്നു. തുടർന്നുള്ള ഇതിലേക്ക് എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഇവിടെ സന്നിധരായിരിക്കുന്ന ജോൺ ചേർളാച്ചൻ MCMFന്റെ നമ്മുടെ രൂപതാ ഡയറക്ടർ കൂടിയാണ്. ഇതൊരു ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രത്യാശ പാശ്ചാത്യത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുണ്ട്. അതിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന സംഘടനയിൽ ഒന്നാണ് നമുക്കറിയാവുന്ന MCMF. തീർച്ചയായിട്ടും അച്ഛന്റെ മകനി മനസ്സാനത്തിന് പ്രത്യേകമായി നന്ദി. അച്ഛന്റെ ചെറിയൊരു പ്രാർത്ഥന നിർവഹിക്കുന്നു. പ്രത്യേകമായിട്ടുള്ളതായ കൃപയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും റജിനിലൂടെ പ്രത്യേകമായിട്ടുള്ളതായ ശുശ്രൂഷകൾ നമ്മുടെ പ്രദേശത്തിന് അനുഗ്രഹമായി തീർത്തതിനെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുന്നതായ വർഷങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നല്ല ഭാവി ജീവിതം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് കർത്താവെ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ തിരുനാമത്തിൽ ആമേൻ. നമ്മുടെ വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന സിസ്റ്റർ മരിയ SAC അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. തോമസ് ക്രിസ്തുമന്ദിരത്തിലച്ച MCMFന്റെ ഡയറക്ടറായിരിക്കുന്ന ജോൺ ചെറുവളിച്ച, സൺഡേ സ്കൂളിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന അബ്രഹാം പുന്നവിളിച്ച, മതബോധന കാര്യാലയത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് മോദിസ, സിസ്റ്റർ പ്രിയപ്പെട്ട വിജയ് ക്രിസ്റ്റി, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ വിജിൻ തന്റെ ബത്തേരിയിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി വിദേശത്തേക്ക് യാത്രയാകുന്നതിന് വേണ്ടിയിട്ടാണ്. വിജിനെ പറ്റി പറയുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത്, ചെറുപ്പം മുതലേ വിജിനെ അറിയുന്നതാണ്. വിജിന്റെ ഇടവകയിലെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്നൊക്കെ വിജിനെ അത്ര പരിചയമില്ലെങ്കിലും കണ്ടിട്ടുണ്ട്. വിജിന്റെ പെങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബമായിട്ട് നല്ലൊരു ബന്ധം തന്നെയുണ്ട്. ഈ 2-3 വർഷങ്ങളായിട്ട് വിജിൻ ഇവിടെ ഈ മതബോധന കാര്യാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഏത് സമയത്തും ഓടിയെത്തുകയും എപ്പോൾ ഫോൺ വിളിച്ചാലും അത് അറ്റൻഡ് ചെയ്ത് എന്ത് കാര്യമാണെങ്കിലും അത് നിർവഹിച്ചു തരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാര്യം പോലും നമ്മളെ പഠിപ്പിക്കാതിരിക്കുകയോ പറഞ്ഞു തരാതിരിക്കുകയോ ഇന്നലെ ചെയ്തിട്ടില്ല. ഒരു നല്ല മനസ്സിന്റെ ഉടമ കൂടിയാണ് വിജിൻ. എപ്പോഴും ആ നല്ല മനസ്സ് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും പുതിയ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ മൈൻഡ് ഇനി മതിച്ചെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയൻ എല്ലാവിധമായ ആശംസകൾ അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടട്ടെ. ഇന്ന് ഈ കൂട്ടുകാരിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ക്രിസ്തുമന്ദിരത്തിലച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മോടൊപ്പം ക്യാമ്പസിലായിരിക്കുന്ന നമ്മുടെ ജോണച്ചനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന അബ്രഹാം പുന്നവിളിച്ചനെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളൊപ്പം ഏത് കാര്യത്തിലുമായിരിക്കുന്ന ജോർജ് മോദിസാറിനെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ
നമ്മുടെ അച്ഛന് അടിയന്തരമായിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് അച്ഛൻ്റെ ഒരു വാക്ക് ആശംസ അറിയിക്കുന്നു. അതിനുശേഷം മറ്റു ചടങ്ങുകൾ തുടരുന്നു. ഏറ്റവും ബഹുമാനായ തോമസ് കൃഷ്ണമന്ദിരത്തിലച്ഛൻ, ഈ ചടങ്ങിന് പ്രത്യേകമായിട്ടുള്ള കാരണഭൂതനായിരിക്കുന്ന പ്രിയപ്പെട്ട റജിൻ, സ്നേഹ ബഹുമാനപ്പെട്ട പൊന്നോളയച്ചൻ, ജോർജ് മാത്യു സാർ, സിസ്റ്റർ ജോസിയ, സിസ്റ്റർ മരിയ, സ്നേഹമുള്ളവരെ, ഏറ്റവും പ്രത്യേകമായിട്ട് ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മേഖലയ്ക്കും നമ്മുടെ ഈ പ്രദേശത്തിനും ബത്തേരി രൂപതയ്ക്കും എന്നല്ല നമ്മുടെ സഭയിൽ അറിയപ്പെടുന്നതായ ശുശ്രൂഷകളൊക്കെയും മീഡിയയിലൂടെ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ പ്രദേശത്ത് നിന്ന് വിദേശത്തേക്ക് യാത്രയാകുന്ന പ്രിയപ്പെട്ട റജിൻ ഏറ്റവും സുദീർഘമായ ഒരു ശുശ്രൂഷ ചെയ്തു എന്നുള്ളതിൽ പ്രത്യേകമായിട്ടുള്ളതായ സന്തോഷം MCMF ഡയറക്ടർ എന്ന നിലയിലും ഐടെക്കിന്റെ ഡയറക്ടർ എന്ന നിലയിലും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഐടെക്കിലൂടെയും MCMF-ലൂടെയും ഒക്കെ അദ്ദേഹത്തിന്റെ വലിയ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി എന്നുള്ളത് ഇത്തരുണത്തിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ പുതിയ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സഭയിലെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് മാറിമാനസ് പിതാവ് പറഞ്ഞതുപോലെ നല്ലൊരു മനുഷ്യനാവുക, നല്ലൊരു വിശ്വാസിയായി വളരുക. ഇത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട റജിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വ്യക്തിയാണ്, നല്ല ഒരു വിശ്വാസിയാണ്. ഇത് രണ്ടും കൈമുതലാക്കിക്കൊണ്ട് ഉള്ള യാത്ര വിദേശത്തേക്കും അതിനുശേഷവും ഉള്ളതായ പ്രവർത്തനങ്ങളിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധമായിട്ടുള്ളതായ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ റിജിൻ വെട്ടിപ്പുഴ, അതുപോലെ തന്നെ സൺഡേ സ്കൂളിന്റെ രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട അബ്രഹാം പിന്നവിള അച്ഛ, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ രൂപത കോർഡിനേറ്റർ സിസ്റ്റർ മരിയ സി, രൂപതയുടെ സൺഡേ സ്കൂളിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് മാത്യു സാർ, MCMF-ന്റെ രൂപത കോർഡിനേറ്റർ ആയിരിക്കുന്ന സിസ്റ്റർ ജോസിയ, അതുപോലെ തന്നെ നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ മീഡിയയുടെ പ്രവർത്തനങ്ങളിൽ റിജിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ക്രിസ്റ്റി വർഗീസ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്മിശ്ര വികാരത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മള് പല വ്യക്തികളെയും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പലയിടത്ത് വെച്ചും കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും കടന്നു പോവുകയും ചെയ്യാറുണ്ട്. ഒത്തിരി മുഖങ്ങളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ടെങ്കിലും ചില മുഖങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്. ചിലരുടെ പ്രത്യേകതകൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. ചിലരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒത്തിരി സഹായകരമാവുന്നതാണ്. തീർച്ചയായും വ്യത്യസ്തത പുലർത്തുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ റിജിൻ വെട്ടിപ്പുഴ. നേരത്തെ സിസ്റ്റർ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം മുഴുവനും പള്ളിയോടും അതുപോലെ ദൈവിക കാര്യങ്ങളോടും ചേർന്ന് നിൽക്കുകയും പള്ളിയുടെ അടുത്ത് വസിക്കുകയും ചെയ്യുന്ന വൈദികരെയും സമർപ്പിതരെയും ഒക്കെ കണ്ടു വളർന്നിട്ടുള്ള, ഒപ്പം തന്നെ അവരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന മാതാപിതാക്കളും കുടുംബത്തിലെ അംഗങ്ങളും ഒക്കെയാണ് റിജിന്റെ അമ്മ. ഞാൻ ആദ്യം ശുശ്രൂഷിച്ച എന്റെ പൗര ശുശ്രൂഷയുടെ ആദ്യത്തെ ഇടവകയെ ചോക്കാട് ഇടവകയിലെ അംഗമാണ്. ആ ചേച്ചിയുടെയൊക്കെ പെരുമാറ്റവും സൗമ്യമായ ഇടപെടലും ഒക്കെ അവരുടെ കുടുംബത്തിന്റെ തന്നെ ഒരു മുഖമുദ്രയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ചോക്കാടായിരിക്കുമ്പോൾ. ഞാൻ പ്രത്യേകമായി രജിനെ കൂടുതൽ അടുത്തറിയുന്നത് 2022-ലൊക്കെയാണ്. പ്രത്യേകിച്ച് കൊറോണയുടെ കാലഘട്ടം അത് തീർന്ന് സാധാരണ നിലയിലേക്ക് മനുഷ്യർ വരുന്ന ഒരു സമയം നമ്മുടെ എടക്കര വൈദ്യ ജില്ലയിലെ വിശ്വാസികളെ ഒന്നിപ്പിക്കുന്നതിനും
ആ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ള മുമ്പിൽ എത്തിക്കുന്നതിനും കൊറോണ കൊണ്ട് പലപ്പോഴും പല വികാരങ്ങളുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ജനങ്ങളെ പരസ്പരം ആശയവിനിമയം കൂടുതൽ സുഗമമാക്കാം എന്ന് ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഒരു ചാനൽ തുടങ്ങി അതിലൂടെ ഒരു യൂട്യൂബ് ചാനൽ വഴിയായിട്ട് ഇത് സംവദിക്കാം, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങള് സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരാമെന്ന് ചിന്തിച്ച് ആരംഭിച്ചതാണ് സ്രോതസ് മിഷൻ. അതിന് പ്രത്യേകിച്ച് ഇടക്കര വൈദ്യ ജില്ലയിലെ ബഹുമാനപ്പെട്ട വൈദികർ, പ്രത്യേകമായ വിധത്തിൽ ബഹുമാനപ്പെട്ട ജോൺസൺ പള്ളിപ്പടിഞ്ഞാറ അച്ഛനും അന്ന് അവിടെ ശുശ്രൂഷിച്ച എല്ലാ വൈദികരും ആത്മാരും സിസ്റ്റേഴ്സും ഒക്കെ നല്ല പ്രോത്സാഹനം പിന്തുണയും നൽകി. അങ്ങനെ ഒരു 8 നോമ്പിന്റെ തലേ ദിവസം ഓഗസ്റ്റ് 31 വൈകുന്നേരമാണ് ഇത് ആരംഭിക്കുന്നത്. പെട്ടെന്ന് അത് ലളിതമായ സംവിധാനത്തോടു കൂടി. അതിന് അന്ന് റിജിൻ ഇവിടെ ഇല്ല, മറിച്ച് വിദേശത്തിരുന്നുകൊണ്ടാണ് സഹായം ചെയ്തിരുന്നത്. കൂടുതലും റിജിൻ തന്നെയാണ് ആദ്യ കാലഘട്ടം ചെയ്തിരുന്നത്. അത് ഏത് രാത്രിയിൽ നമുക്കറിയാം, ടൈം വ്യത്യാസമുണ്ട്, വിദേശ ഗൾഫ് രാജ്യങ്ങളുടെ സമയവുമായിട്ട് ബന്ധപ്പെട്ട് സമയ വ്യത്യാസം ഉണ്ടെങ്കിലും രാത്രിയിൽ വന്നിരുന്നാണെങ്കിലും വിളിച്ച ഉടൻ റെസ്പോണ്ട് ചെയ്യുന്ന ഉടൻ തന്നെ മറുപടി കിട്ടുന്ന ഒരു വ്യക്തി, ഒരു സ്വഭാവ പ്രകടനക്കാരനാണ്, കർമ്മനിരതനാണ് നമ്മുടെ രുചി എന്ന് പറയുന്നത്. അതിനുശേഷം പടിപടിയായിട്ട് നമ്മുടെ സ്രോതസ് മിഷൻ വളർന്നു വന്നു. പിന്നീട് നമുക്കറിയാവുന്ന പോലെ വട്ടക്കാട് അച്ഛന്റെ ഒത്തിരിയേറെ സഹായം സഹകരണവും, അതുപോലെ തന്നെ മണിക്കൂടിൽ അച്ഛൻ, മറ്റ് നിരവധി വൈദികര്, സമർപ്പിതര്, വിശ്വാസികള് അവരുടെയൊക്കെ പിന്തുണ, പ്രോത്സാഹനം ഒക്കെ കൊണ്ട് നമ്മുടെ ഈ ചാനൽ ഇന്ന് 6300-ലധികം വരിക്കാറുള്ള ഒരു യൂട്യൂബ് ചാനലായിട്ട് വളർന്നു വരാനിടയായി. അതുപോലെ തന്നെ ബത്തേരി രൂപതയുടെ മീഡിയ, പ്രത്യേകിച്ച് സുവാർത്ത, അത് പുനരുജ്ജീവിപ്പിക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കുവാനും നമ്മുടെ റിജിന്റെ പ്രത്യേകമായ ഇടപെടൽ വഴിയായിട്ട് സാധിച്ചു. അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇല്ലായ്മയിൽ ഞാൻ ഏറ്റെടുക്കുന്ന അവസരത്തിൽ ഏകദേശം 930 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കുറെ നാളുകൾ നിലനിൽക്കുകയായിരുന്നു. ഇപ്പോൾ അത് 2400 അടുത്ത് വരിക്കാറുള്ള ചാനലായിട്ട് മാറി കഴിഞ്ഞു. കൂടാതെ നമ്മുടെ അത് കഴിഞ്ഞ് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികള്, മതാധ്യാപകരും മാതാപിതാക്കൾക്ക് ഗുണകരമായ രീതിയിൽ നല്ല കാര്യങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ സംവാദനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈശോയുടെ കൂട്ട് എന്നുള്ള ചാനൽ ആരംഭിക്കുന്നത്. അതില് മറ്റൊരു നിർണായ പങ്ക് നമ്മുടെ കുര്യാക്കോസ് കുറിച്ച് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വിസ്മരിക്കുന്നില്ല. എങ്കിലും ഇതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ഇതിനെല്ലാം ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അത് സ്രോതസ് മിഷനാണെങ്കിലും സുവാർത്തിക്കാണെങ്കിലും നമ്മുടെ ഈശോയുടെ കൂട്ടുകാർക്കാണെങ്കിലും ഉണ്ട്. ഇതിനെല്ലാം നടക്കുന്ന പരിപാടികൾ അപ്ഡേറ്റ് ആക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ടായിരുന്നു, സഹായിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ മാത്രമല്ല, അദ്ദേഹത്തിന് സ്വന്തം ചാനലുണ്ട്. പക്ഷെ അത് ഞാൻ നോക്കുമ്പോൾ പലപ്പോഴും ഇതിന് ഏറെ മുന്നേറാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചാനൽ കൂടി ശ്രദ്ധിക്കാനായിട്ട് അദ്ദേഹം പറ്റിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കൂടാതെ മലങ്കര സഭയുടെ ഇപ്പം മലങ്കര TV, യുവാലിൻ മീഡിയ, മറ്റ് രൂപതകളുടെ വീഡിയോകൾ, നമ്മുടെ മലങ്കര സഭയുമായിട്ട് ബന്ധപ്പെട്ട ചാനൽ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അപ്പൊ അതിന് ഹൈടെക്കിൽ ജോലി ചെയ്യുമ്പോഴും അച്ഛന്മാരും സിസ്റ്റർമാരും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളും ആര് വിളിച്ചു കഴിഞ്ഞാലും ഒരു നിരാശം കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ റിജിന്റെ. അഭിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം രണ്ട് വ്യക്തികൾ, പ്രത്യേകിച്ച് റിജിനും ക്രിസ്റ്റിയും നമ്മുടെ പ്രത്യേകിച്ച് മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. പ്രത്യേകിച്ച് വിശ്വാസ പരിശുദ്ധ കാര്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇത് കൂടാതെ തന്നെ മറ്റു കാര്യങ്ങൾ, സാങ്കേതിക സഹായങ്ങള്, ഓരോ പരിപാടി നടക്കുമ്പോഴും ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിൽ വലുതും ചെറുതുമായിട്ടുള്ള നിരവധിയായ സഹായങ്ങൾ അദ്ദേഹം പ്രതിഫലിച്ചുകൂടാതെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ സ്രോതസ് മിഷന്റെ ചാനലിലും മറ്റു കാര്യങ്ങളും ഒരു പ്രതിഫലം ഒത്തിരിയും വർഷമായിട്ട് ഒന്നും അതിന് വ്യക്തിപരമായിട്ട് അതിന്റെ പ്രവർത്തനം നേരിട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടൊന്നും കൈപ്പറ്റിയിട്ടില്ല. മറിച്ച് ഫ്രീ ആയിട്ടാണ് സർവീസ് നടത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ചെറുപ്പക്കാര് നമ്മുടെ സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും സ്വഭാവവും എല്ലാം മറ്റുള്ളവർക്ക് മാതൃകയുമാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, പുതുതലമുറയ്ക്കൊക്കെ മാതൃകയും പ്രചോദനവുമാണ്. അദ്ദേഹം വിദേശത്തേക്ക് ജോലിക്ക് പോകണമെന്ന്, അവിടെ ജോലിയിൽ സ്ഥിരമായിട്ട് നല്ല നിലയിൽ എത്തിച്ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുമ്പോഴും ഈ പറഞ്ഞത് ഇവിടെ പറഞ്ഞു വിടുന്നത് വെച്ചാൽ
ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ അപ്പോൾ അപ്ഡേറ്റ് ആകുന്ന സാഹചര്യം നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു അപരിചിതമോ അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ടാകാതെ ബന്ധം പുലർത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ട ഒരു നല്ലൊരു ആദരം, അംഗീകാരം, നല്ലൊരു യാത്ര കൊടുക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ വിശ്വാസ പരിശുദ്ധ കാര്യാലയത്തിനും ഒപ്പം തന്നെ ഇതിനോട് ചേർത്ത് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ മീഡിയയുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ സ്രോതസ് മിഷൻ, സുവാർത്ത, ഒപ്പം തന്നെ ഈശോയുടെ കൂട്ടുകാർ, ഈ ചാനലുകൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ കാലം തീർച്ചയായിട്ടും അത് അനുസ്മരിക്കും. ഈ ചാനലുകൾ എത്ര കാലത്തോളം യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യാതിരിക്കുന്നുള്ള കാലം അല്ലേ, ഇങ്ങനെ പറയാം. ഇനി അങ്ങനെ നീക്കം ചെയ്യാത്തത്തോളം കാലം, അല്ലെങ്കിൽ ആരും ഹാക്ക് ചെയ്യാത്തിടത്തോളം കാലം, ഈ ചാനലിലുള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും അതിന്റെ ശില്പി എന്ന് പറയുന്നത് ഒരാള് നമ്മുടെ റിജിനാണ്. നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും ഭാവങ്ങളും ലളിതമായൊരു ചടങ്ങിലാണ് നമ്മൾ നിർവഹിക്കുന്നത്. കാരണം നാളെയാണ് അദ്ദേഹം യാത്രയാകുന്നത്. അപ്പോൾ അദ്ദേഹം വരാൻ നല്ലൊരു മനസ്സ് കാണിച്ചു. പ്രാർത്ഥനകൾ ഇവിടെ ഉണ്ടാകും. എവിടെയാണെങ്കിലും ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖം നമുക്ക് മറക്കാവുന്നതല്ല. അദ്ദേഹത്തിന്റെ സഹായങ്ങൾ നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. നന്ദിയുള്ളവരായിരിക്കും നമ്മൾ. ഒപ്പം തന്നെ ആ ബന്ധം നമ്മൾ തുടരും, നഷ്ടമാകുന്നില്ല, അത് തുടരട്ടെ. ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ, ഒപ്പം തന്നെ ബത്തേരി രൂപതയിലെ സുവാർത്ത മീഡിയ കമ്മീഷന്റെ പേരിലും, നമ്മുടെ വിശ്വാസ പരിശുദ്ധ കാര്യാലയ ഡയറക്ടർ എന്ന പേരിലും, ഒപ്പം തന്നെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സ്രോതസ് മിഷന്റെ പേരിലും എല്ലാവരുടെ ഭാവങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. തുടർന്ന് നമ്മുടെ അച്ഛൻ ചെറിയൊരു വാക്ക് പറഞ്ഞ് വിശ്വാസ പരിശുദ്ധ കാര്യാലയത്തിന്റെ ചെറിയ ഒരു സമ്മാനം അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ ഡയറക്ടറായി സൂക്ഷിക്കുന്ന അച്ഛൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ജോർജ് മാത്യു സാർ, പ്രിയപ്പെട്ട റിജിൻ, ക്രിസ്റ്റി, പ്രത്യേകമായി നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി തുറന്ന ഒരു പുസ്തകമായി നമുക്ക് എല്ലാവർക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട റിജിന്റെ യാത്രയപ്പിന്റെ കൂടിവരവ് ഇന്ന് ഉച്ചയ്ക്ക് അച്ഛൻ പറയുകയായിരുന്നു. ഒരുപക്ഷെ ഈ ബത്തേരി പ്രദേശത്ത് നിന്ന് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് യാത്രയപ്പ് മേടിക്കുന്ന ഏക വ്യക്തിത്വമായിരിക്കാം പ്രിയപ്പെട്ട റിജിൻ. ഞാൻ പലയിടങ്ങളിൽ പോയപ്പോൾ എല്ലാവരും റിജിന് പല സമയങ്ങളിലായി യാത്രയപ്പ് ക്രമീകരിച്ചിരിക്കുകയാണ്. വളരെ തിരക്കുള്ള ആളാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു യാത്രയപ്പ് മേടിക്കുന്ന ഒരു അധികം ഇല്ലാത്ത ആളുകളിൽ ഒരാളായിരിക്കും ഒരുപക്ഷെ റിജിൻ. അദ്ദേഹം വെളിവാക്കുന്ന അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മേഖലകൾ തുറന്ന മനോഭാവത്തോടുകൂടി എല്ലാവരെയും സഹായിക്കുവാനുള്ള ഒരു അദ്ദേഹത്തിന്റെ മനോഭാവം. ഇന്നൊരച്ഛൻ പറയുകയായിരുന്നു, ഏത് രാത്രിയിൽ വിളിച്ചാലും ഇന്നത് വേണം എന്ന് പറഞ്ഞ് അത് ചെയ്തു തരുന്ന ഒരു മനസ്സ്. അപ്പോൾ അതായിരിക്കും എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ടാവുക. പ്രത്യേകമായി ഈ ഒരു വിശ്വാസ പരിശീലന കാര്യാലയത്തിൽ നൽകി വരുന്ന എല്ലാ സഹായ സഹകരണങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. തുടർന്നുള്ള മേഖലകളിലേക്ക് തമ്പുരാനൊത്തിരി അനുഗ്രഹം നൽകി നിരവധിയായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. അവിടെയെല്ലാം നന്നായി ശോഭിക്കുവാൻ തമ്പുരാന്റെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ എഫ്സിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന സിസ്റ്റർ ജോസിയ പ്രത്യേകമായി നമ്മുടെ റിജിന് ആശംസ അർപ്പിക്കും. വിശ്വാസ പരിശീലനത്തിന് സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് മാത്യു സാർ, സിസ്റ്റർ മരിയ, റിജിൻ, ക്രിസ്റ്റി. നമുക്കറിയാം, റിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനായിട്ട്
NCMFിലും ഏതൊരാവശ്യത്തിനും റിജിനെ വിളിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അതിന് മറുപടി നൽകും. അതല്ലെങ്കിൽ റിജിന് എടുക്കാൻ പറ്റുമെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ റിജിന് തിരിച്ചു വിളിച്ചിരിക്കും. അങ്ങനെ നല്ലൊരു സഹായ മനസ്കതയുള്ള ഒരു വ്യക്തിയാണ് റിജിന്. എനിക്ക് റിജിനെ ഒത്തിരി നാളത്തെ പരിചയമൊന്നുമില്ലെങ്കിലും NCMFിൻ്റെ ആനിമേറ്ററായിട്ട് ചാർജ് എടുത്തപ്പോൾ മുതൽ എന്തൊരാവശ്യത്തിനും റിജിനെ വിളിക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ റിജി ഞങ്ങളോട് കാണിച്ച എല്ലാ സഹായങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം പുതിയ ശുശ്രൂഷ വേദിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മീഡിയയുടെ പ്രവർത്തനങ്ങൾ ഇനി റിജിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പകരക്കാരനാണെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. റിജിൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ പകരം വെക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടാണ്. റിജിന് പകരം ആരും സാധിക്കത്തില്ല. റിജിൻ അവിടെ നിന്നുകൊണ്ട് അതിന്റെ പ്രോഗ്രാം മറ്റു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. എങ്കിലും ഇതിനോടൊപ്പം വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രിസ്റ്റി വർഗീസ്, നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ്. മലങ്കര സഭയ്ക്ക് അഭിമാനമാണ് തിരുപ്പതിക്ക്. അദ്ദേഹം ഇതിനെ പ്രത്യേക മീഡിയയുടെ പേരിൽ, നമ്മുടെ മീഡിയ പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രത്യേകമായി സുഹൃത്തിന്റെയും സുവാർത്തയിലും നമ്മുടെ ഈശ്വരകുട്ടികളെല്ലാം ക്രിസ്റ്റിയും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അറിയാതെ മുതൽ ക്രിസ്റ്റി ഒരു വാക്ക് ഈ അവസരത്തിൽ ആശംസകൾ ഓർത്ത് പറയുന്നതാണ്. സിസ്റ്റേഴ്സ്, ഈ യോഗത്തിന്റെ കേന്ദ്ര കഥാപാത്രമായിക്കൊണ്ടിരിക്കുന്ന റിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് റിജിനെ ഞാൻ പരിചയപ്പെടുന്നത്. റിജിൻ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരേ റൂമിൽ പോകുന്ന സ്ഥലത്തെല്ലാം ഒരുമിച്ച് ഒരു ക്യാമറയുടെ കീഴെയാണെങ്കിൽ പോലും ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിത്വമാണ് റിജിൻ. ഞങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, രൂപയെ സംബന്ധിച്ച് റിജിൻ പോകുന്നത് ഒരു വിഷമം തന്നെയാണ്. എന്നാൽ പോലും ഭാവി ജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നതിനും അവന്റെ സ്വപ്നങ്ങൾ അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരുമായ ഇടയിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പോകുന്ന സ്ഥലങ്ങളിലും എന്നെ സംബന്ധിച്ച് 3 വർഷത്തോളം 2 വർഷം രൂപതാ ജനറൽ സെക്രട്ടറി ആയി സേവനം അനുഷ്ഠിച്ചിരുന്നു. MCYM ഇപ്പോൾ സഭാതല വൈസ് പ്രസിഡന്റാണ്. MCYM സഭാതലത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ രൂപതയുടെ എല്ലാ വീഡിയോസ്, ഫോട്ടോസ്, അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള എഡിറ്റിങ്, അത് PDF ഫയലാണെങ്കിൽ പോലും റിജിനാണ് എഡിറ്റ് ചെയ്ത് തരുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് രാത്രിയാണെങ്കിൽ പോലും റിജിൻ അവൈലബിൾ ആണ്. റിജിന്റെ ഡിക്ഷണറിയിൽ നോ എന്നൊരു വാക്കില്ലാത്തത് കൊണ്ട് നമ്മളത് കൃത്യമായി റിജിനോട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നത്. ഈ അവസരത്തിൽ റിജിനെ എല്ലാ വിധത്തിലുള്ള നന്ദിയും കൂടെ ചേർത്ത് നിർത്തിയതിന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും, കുറച്ചു പേരാണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചതിനും എല്ലാവിധത്തിലുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. ഭാവി ജീവിതത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ അറിയിക്കുന്നു. സുവിഷന് കൃത്യമായി നൽകിയ പ്രത്യേക പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഒരാള് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നിന് ആദ്യമായിട്ട് കിട്ടുമ്പോൾ അതിന്റെ ആൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് നൽകുന്ന ഒരു ചെറിയത് കൊടുക്കുന്നത് ഏറ്റവും ഗുണകരമാണെന്ന് കരുതുന്നു. ചെറിയ ഒരു അതിൽ കിട്ടിയിരിക്കുന്ന ചെറിയ ഒരു സംഭാവന നമ്മുടെ റിജിന് നൽകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഏറ്റവും റിജിന് ഈ അവസരത്തിൽ നന്ദി പ്രകാശ് മറുപടിയായിട്ട് ഒരു ചുരുങ്ങിയ വാക്കുകൾ, അധികം സംസാരിക്കാറ്, അതേസമയം ഏറ്റവും അടുത്തിരിക്കുന്നതുകൊണ്ടൊക്കെ ഒത്തിരി വാക്കുകളാണ്. പൊതുവിലൊക്കെ അധികം സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ട കർമ്മനിരതനാണ്. വാടക്കിയ പണിയെടുക്കുന്നതാണ് റിജിന്റെ മുഖമുദ്ര. നമ്മൾ പലരും വാ കൊണ്ട് വർത്താൻ പറയും, എന്റെ കായിക അധ്വാനം പറയും. അതേസമയം റിജിന്റെ കൂടുതൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എങ്കിലും അദ്ദേഹം ഒരു വാക്ക് മറുപടിയായിട്ട് ഈ അവസരത്തിൽ അറിയിക്കും. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, സിസ്റ്റേഴ്സ്, ജോർജ് സാറെ, ക്രിസ്റ്റി, അച്ഛൻ ഇന്ന് കാണിച്ച ഈ പരിപാടിക്കും സെൻറ്ററിനും ഞാൻ നന്ദി.
നമ്മൾ തുടർന്ന് ആ വാക്കിൽ രജിന്റെ ആ പുഞ്ചിരിയിലും വാക്കിലും ഒത്തിരി അർത്ഥങ്ങളും ഒത്തിരി കാര്യങ്ങൾ പറയാനൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അത് നല്ല ഇതോടുകൂടി നമ്മൾ ഏറ്റെടുക്കുന്നു. നമ്മുടെ ജോർമൻ സാർ ഈ പൊതുവായിട്ട് ഒരു വാക്ക് സൂചിപ്പിക്കുകയും നമ്മുടെ അൽമാരുടെ നിലയിൽ കൂടി അതിനെ നോക്കി കാണുകയും പൊതു നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും സ്നേഹം പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ, സിസ്റ്റേഴ്സ്, യാത്രയപ്പ് എന്നും വേദനാജനകമാണ്. നേരെ മറിച്ച് ഈ യാത്രയപ്പ് ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം അദ്ദേഹം നല്ലൊരു ഭാവി ജീവിതത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് യഥാർത്ഥ പരിശുദ്ധാത്മാവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ യുവത്വം നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. നമുക്ക് മാനുഷികമായി നോക്കുമ്പോൾ ഒട്ടനവധി നഷ്ടങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് പോയി പുതിയൊരു ജോലിയിൽ പ്രവേശിച്ച് കുടുംബജീവിതവും അതോടൊപ്പം തന്നെ കുടുംബത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സ്ഥിരമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത്. എനിക്ക് തോന്നുന്നു പ്രത്യേക രൂപതയിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒട്ടനവധി മുഖങ്ങളുണ്ട്. ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ച് ഇവിടെ നിന്ന് കടന്നുപോകുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് രജിൻ. ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആരോടും ഒരു വെറുപ്പുമില്ലാതെ എപ്പോഴും സ്നേഹത്തോടും ചിരിച്ചുകൊണ്ടും തൻ്റെ കർത്തവ്യവും അതിനപ്പുറവും ചെയ്യുന്ന വലിയ മനസ്സ് രജിനുണ്ട്. അത് മുഖമുദ്രയായി ഇതിൻ്റെ കയ്യിലിരിക്കട്ടെ. എന്നും സർവേശ്വരൻ സർവ്വവിധ ഐശ്വര്യങ്ങളും ദാനമായി രജിന് ചൊല്ലട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് നന്ദി പറയുകയാണ്. നമുക്കറിയാം, ആദ്യമായി നന്ദി പറയുന്നത് രജിന് തന്നെയാണ്. നമ്മുടെ വിശിഷ്ട അതിഥിയും രജിനാണ്. രജിന് എല്ലാവിധ പ്രത്യേകിച്ച് മതബോധന കേന്ദ്രത്തിൻ്റെയും പ്രത്യേകിച്ച് ഭദ്രാസനത്തിൻ്റെയും അതോടൊപ്പം മുഴുവൻ വിശ്വാസികളുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. നമുക്കറിയാം, വിശ്വാസ പരിശീലന കേന്ദ്രത്തെ ചലനാത്മകമായി നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛനും അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛനും. ഇതൊന്നും ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് എല്ലാവരിലും വലിയ ആത്മീയ ഉണർവ് ഉണ്ടാക്കുവാൻ ഈ വന്യവൈദ്യം കഴിഞ്ഞിട്ടുണ്ട്. അത് നിലനിൽക്കട്ടെ. ആത്മാർത്ഥമായി നമ്മുടെ സഭ നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന, സഭയോട് ആഭിമുഖ്യമുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന വലിയ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സുമന്ത്ര അച്ഛനും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛനും പിന്നോടിയുടെ അച്ഛനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രത്തെ മുഴുവൻ സമയവും ചലനാത്മകമായി നയിച്ചുകൊണ്ടിരിക്കുന്നത്, കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് സമയത്ത് വിളിച്ചാലും അവൈലബിൾ ആവുന്ന നമ്മുടെ സിസ്റ്റർ മെഡിയാസിയുടെ സേവനങ്ങളെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. സിസ്റ്ററെ നന്ദിപൂർവ്വം ഓർക്കുന്നു. നമ്മുടെ മുനിസിപ്പൽ കോർഡിനേറ്ററായിരിക്കുന്ന ജോസി സിസ്റ്ററെയും നന്ദിയോട് ഓർക്കുന്നു. നമ്മുടെ രജിന്റെ രോഗൽ പക്ഷിയായി എവിടെയെല്ലാം നമുക്ക് പോകുന്നു അവിടെയെല്ലാം നമുക്ക് ക്രിസ്റ്റിയും കാണാൻ കഴിയും. ക്രിസ്റ്റിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. രജിൻ പോകുമ്പോൾ അതെല്ലാം അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അധ്യാപന ജീവിതത്തിലെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ സെന്റ് ജോർജ് സ്കൂളിലേക്ക് ഈ വർഷം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തോടൊപ്പം നമ്മുടെ മതബോധന കേന്ദ്രത്തെയും നമ്മുടെ രൂപതയെയും ചേർത്ത് പിടിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കാൻ ക്രിസ്റ്റിക്കും നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞു. എല്ലാവർക്കും നന്ദിയെ വാക്കുകൊണ്ടു നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് നന്ദി പ്രകാശിപ്പിച്ച നമ്മുടെ തിരക്കുണ്ടായിട്ട് നമ്മുടെ ഔദ്യോഗികത്തിനിടയിൽ ഇവിടെ വന്ന് ഈ മീറ്റിൽ പങ്കെടുത്ത് നന്ദി പ്രകാശിപ്പിച്ച പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സമാധാന പ്രാർത്ഥന അത്യാവശ്യം
നീ അനുഗ്രഹിച്ചിരിക്കുന്നു. വലിയ നന്മകളാലും അനുഗ്രഹങ്ങളാലും അദ്ദേഹത്തിൻ്റെ പുതിയ കാലഘട്ടങ്ങളിൽ ജീവിത മേഖലകളിൽ ഞാൻ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും സിസ്റ്റേഴ്സിനെയും സാറയും ക്രിസ്റ്റിയെ എല്ലാവരെയും മേഖലകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ജീവിത മേഖലകളിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ അമ്മ ഞങ്ങൾക്ക് വലിയ മധ്യസ്ഥയും സഹായിയും എപ്പോഴും